ഒന്നും സംസാരിച്ചില്ല. എനിക്ക് വയ്യ, ഞാൻ കിടക്കട്ടെ എന്നാണ് പറഞ്ഞത്. അതായത് മുച്ചൂട് വെടിയേറ്റ് അനങ്ങാൻ വയ്യാതെ റൂമിൽ കിടക്കുന്ന സിദ്ധാർത്ഥൻ പറഞ്ഞില്ലല്ലോ എന്നാണ് ഈ മഹാനുഭാവന്റെ ചോദ്യം. ഉറപ്പായും ഈ മഹാനുഭാവൻ വീട്ടിലിരിക്കാൻ തന്നെയാണ് യോഗ്യൻ, ഒരു തർക്കം അക്കാര്യത്തില്ല. ഭീമമായ ശമ്പളം വാങ്ങിയിട്ട് ഈ വർത്താനം പറയുന്ന ആളാണെങ്കിൽ. ശ്രീ എം ഷിബു, ജ്യോതിഷ് കുമാർ അവിടുത്തെ വാർഡ് മെമ്പറാണ്, ഉത്തരവാദിത്തപ്പെട്ട തെരഞ്ഞെടുപ്പ് ജനപ്രതിനിധിയാണ്. ഉത്തരവാദിത്തോട് ആധികാരികമായി താങ്കൾ നേരത്തെ സംശയമായി പറഞ്ഞ കാര്യം ആരോപണമായി തന്നെ ഉന്നയിക്കുകയാണ്. എന്താണ് അതിനോട് പ്രതികരണം? കൃത്യമാണ് സാർ, അദ്ദേഹം പറഞ്ഞത് കൃത്യമാണ്. ഞങ്ങൾക്കും അത്തരത്തിലുള്ള അറിവ് ലഭിച്ചത് കൊണ്ടാണ് അത് ഞാൻ പറഞ്ഞത്. അദ്ദേഹം അതിന് തെളിവ് സഹിതം അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞതായിട്ട് കൃത്യമായി പറയുന്നു. ഇത് അവിടെ സംഭവിച്ചതായിട്ട് എനിക്കും കോളേജിൽ നിന്നുള്ള അറിവ് ലഭിച്ചു. ഇത് അവര് കരുതിക്കൂട്ടി SFIയിലുള്ളവർ അകത്ത് കയറി ചെയ്തതാണ് എന്ന് നമുക്ക് കൃത്യമായി അറിയാം. അദ്ദേഹം അത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഇത് അദ്ദേഹവും അവിടെ നിന്ന് ഇപ്പം പറയുന്ന കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളും കൃത്യമായി എവിടെയെങ്കിലും ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യമെങ്കിലും പിശക് പറ്റിയിട്ടുണ്ടെന്ന് അങ്ങക്ക് അറിയാമല്ലോ. താങ്കളാണല്ലോ ഇത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്ന് മുതൽ ഇപ്പോഴും. താങ്കൾക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായി അറിയാം. ഞങ്ങൾ പറയുന്ന മുഴുവൻ കാര്യങ്ങളും കൃത്യമായിരുന്നു. ആരോപണങ്ങളല്ല, അറിഞ്ഞ കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ കാര്യങ്ങളെല്ലാം ശരിവെക്കുന്നതാണ് ഇന്ന് വരെ നടന്ന കാര്യവും. ഇപ്പോൾ ഡീനിന്റെ കാര്യം പറഞ്ഞാലൊന്നും അത്തരത്തിലാണ് സംഭവിച്ചത്. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ SFI ഭാരവാഹികളുടെ ഉൾപ്പെടെയുള്ളവരുടെ പ്രവർത്തനത്തിലാണ് ഇത് നടന്നിട്ടുള്ളത്. അപ്പം അതോടൊപ്പം അതിൽ നിന്നിരിക്കുന്ന എല്ലാവരും SFIയിലെ ഭാരവാഹികളും ആ പ്രവർത്തകരുമാണ്. നമുക്കറിയാം, ഒരു സംഘടനയുടെ ഹെഡിലിരിക്കുന്ന ആളുകൾ ചെയ്യുന്നതേ മറ്റുള്ള അണികൾ ചെയ്യാറുള്ളൂ. അപ്പൊ ഇത്രയും ഒരു കൂടി നിന്ന് ചെയ്ത് ഒരു കുട്ടിയെ കൊലപ്പെടുത്തിയിട്ട് അത് വീണ്ടും ആത്മഹത്യ ചെയ്യാൻ വേണ്ടി എന്തോ ഒരു വെമ്പലുള്ള പോലെ ഒരു 130-150 തെണ്ടികൾ അവിടെ ഇരുന്നിട്ട് ഒരു തെണ്ടികൾ പോലും അതിനെക്കുറിച്ച് പ്രതികരിക്കുകയോ അതിനെ വേണ്ടപ്പെട്ടവരെ അറിയിക്കുകയോ ചെയ്തിട്ടില്ല. അതോടൊപ്പം ഉള്ള സിദ്ധാർത്ഥന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരാണ് ഈ അക്ഷയ് എന്ന് പറയുന്ന ഒരു തെണ്ടി. ആ കുട്ടി പല പ്രാവശ്യം സിദ്ധാർത്ഥന്റെ അമ്മ അവനെ വിളിച്ചാണ് തിരക്കുന്നത്. മോനെ, അങ്ങനെ വിളിക്കുന്നുള്ളൂ, മോനെ സിദ്ധാർത്ഥൻ വിളിച്ചിട്ട് അവ ഫോൺ എടുക്കുന്നില്ല, എന്താണ് അത് ആൻറ്റി ഇപ്പൊ കൊടുക്കാം, ഒന്നും ചെയ്യുന്നില്ല, അവൻ വെറുതെ കിടക്കുകയാണ്, ഒരു കുഴപ്പമില്ല, ഞാൻ ഇപ്പൊ കൊടുക്കാം. എന്നിട്ട് പോലും അവൻ പറയുന്നില്ല. അവന്റെ പ്രത്യേകത അറിയാമോ സാർ? അവൻ അവിടുത്തെ SFIയിലെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അവൻ ഇടുക്കിയിലെ ഒരു വലിയ മുതലാളിയുടെ മോനാണ്. അവന് രാഷ്ട്രീയ പിൻബലമുണ്ട്. അതുകൊണ്ടാണ് അവന്റെ കാര്യങ്ങളൊന്നും പുറത്തു വരാത്ത. അവൻ ഇതുവരെ ലിസ്റ്റിൽ വന്നിട്ടില്ല. ആ അക്ഷയ് എന്ന് പറയുന്നവന് ഹോസ്റ്റലിൽ നിന്ന് 2 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അവൻ രക്ഷപ്പെട്ട് നിൽക്കുകയാണ്. അവനാണ് ഇതിന്റെ സൂത്രധാരൻ എന്ന് കോളേജിലുള്ള കുട്ടി തന്നെ വിളിച്ച് പറയുന്നു. അപ്പം അതുപോലെയുള്ള വേറൊരു കുട്ടിയാണ് മറ്റേ ഇപ്പൊ പ്രതിയായിട്ടുള്ള ആളുകൾക്ക് പുറമെ വീണ്ടും സിദ്ധാർത്ഥന്റെ അടുത്ത സുഹൃത്തുക്കളായ കുട്ടികളും വീണ്ടും വരുന്നുണ്ട്. ഒരു ദേവരാഗ്, പുള്ളി അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. നമ്മുടെ വീട്ടിൽ വരെ വന്നിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ വരെ വന്നിട്ടുണ്ട് ആ കുട്ടി. അവനും ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ടും അവന്റെ വീട്ടുകാരെങ്കിലും അറിയിക്കണം. സാർ, ഒരു കാര്യം, ഈ 130 അല്ലെങ്കിൽ 150 പേര് അവിടെ നിൽക്കുന്നു എന്ന് പറയുന്നത്, ഇവനൊക്കെ അമ്മയും അച്ഛനും ഇല്ലേ? അവിടെ നടക്കുന്ന ഒരു കാര്യം അവന്റെ അച്ഛനും അമ്മയും അറിയിച്ചാൽ പോരെ? അപ്പം ഇവരെല്ലാവരും കരുതിക്കൂട്ടി യവനെ വകവരുത്തുവാൻ വേണ്ടി ശ്രമിച്ചു. വീണ്ടുമുള്ള ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്ന ചവിട്ടി തുറന്നു എന്നുള്ള രീതിയിൽ നമ്മുടെ ഡീൻ ഉൾപ്പെടെയുള്ളവർ അവിടെ ആദ്യ ഘട്ടത്തിൽ അത് ചെയ്തു. ഇത് എന്തിനാണ് മൂടി വെക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ഇതിന് ഒരു പരാതി കൊടുത്ത ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ക്രിമിനൽ എന്ന് പറയുന്നത്. അവിടെ ഗൂഢാലോചന നടന്നിരിക്കുന്നു. ആ കുട്ടി കൊട്ടേഷൻ കൊടുത്തതാണ്. അതാണ് അവന്റെ ക്ലാസ്സിലെ തന്നെ 5 കുട്ടികൾ അവിടെ പ്രതിയായിട്ട് വരാൻ കാരണം. അതാണ് ഈ ദേവരാഗും അക്ഷയും ഒന്നും മിണ്ടാത്തത്. ഈ പെൺകുട്ടി എവർക്ക് എന്തോ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എന്താണെന്ന് ഞാൻ പറയുന്നില്ല. ആ കുട്ടിയുടെ അമ്മ ഉന്നതങ്ങളിൽ ബന്ധമുള്ള ഒരാളാണ്. കൂടുതൽ വിവരം എനിക്ക് ഉടനെ എത്തും, അത് ഞാൻ അപ്പോൾ വെളിപ്പെടുത്തും. അച്ഛൻ ഒരു ഉന്നത ബന്ധമുള്ള ആളെന്ന് പറയുന്നു. അപ്പോൾ അത്രയും സപ്പോർട്ടുള്ള ആളായതുകൊണ്ടാണ് ആ കുട്ടിയെ ഇതുവരെ വെളിയിൽ വരാത്തത്. അപ്പം ആ പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയാണ് ഇതിന്റെ എല്ലാം ചുക്കാൻ പിടിച്ച പെൺകുട്ടി. ശരി, ഞാൻ രാഹുലിലേക്ക് എത്തും മുമ്പ് പേര് സാർ ബിൻസിയ എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. ബിൻസിയ, അഡ്മിഷൻ നമ്പർ 225. ഓക്കെ.